ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട്. ഒരു മുള്ളൻ പന്നി വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ചേരയുടെ മാളത്തിൽ ചെന്നു കയറി. എന്നിട്ട് കുറച്ചു നേരം തന്നെ ആ മാളത്തിൽ ഒളിച്ചു കഴിയാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. ചേര അനുവദിച്ചു. മുള്ളൻ പന്നി തൻ്റെ കൂർത്ത മുള്ളുകളുമായി മാളത്തിൽ കിടന്നു. അതോടെ ചേരക്കുഞ്ഞുങ്ങളുടെ വാസസ്ഥലം നഷ്ടമായി. മാത്രമല്ല, മുള്ളൻ പന്നിയുടെ കൂർത്ത മുള്ളുകൾ അവയുടെ ശരീരത്തിൽ പോറൽ വീഴ്ത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ടും പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടും 3 നാൾ കഴിഞ്ഞിട്ടും മുള്ളൻ പന്നി കൂടുവിട്ടു പോവാൻ തയ്യാറായില്ല. ഒടുവിൽ ചേര ചോദിച്ചു, "നീ എപ്പോഴാണ് ഇവിടെ നിന്നും പോകുന്നത്? നിന്റെ മുള്ളുകുത്തി എൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരം മുറിയുന്നു." മുള്ളൻ പന്നി പറഞ്ഞു, "അങ്ങനെയോ? എങ്കിൽ നീ നിന്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചുകൊള്ളൂ." അടുത്ത കഥ അവിവേകിയായ ഒരു ചുണ്ടലിയുടെ കഥയാണ്. ഒരു തട്ടിൻപുറത്ത് ഒരു ചുണ്ടലി പാർത്തിരുന്നു. ഒരിക്കൽ ചുണ്ടലിക്ക് ഒരു വികൃതി തോന്നി. തൊട്ടപ്പുറം വെച്ച മരപ്പലകയ്ക്കപ്പുറം എന്താണെന്നറിയാൻ ഒരു ആഗ്രഹം. ചുണ്ടലി മരപ്പലക പതുക്കെ പതുക്കെ കരണ്ടു തുടങ്ങി. കുറെ കരണ്ടു കഴിഞ്ഞപ്പോൾ മരപ്പലകയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായി. ദ്വാരത്തിലൂടെ ഞെരുങ്ങി ഞെരുങ്ങി ചുണ്ടലി അപ്പുറം കടന്നു. അപ്പോഴാണ് അപ്പുറത്തെ മുറിയിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ ചുണ്ടലി കണ്ടത്. ചുണ്ടലി ആർത്തിയോടെ ഭക്ഷണ സാധനങ്ങൾ തിന്നു തുടങ്ങി. തിന്നു വയർ വല്ലാതെ വീർത്തു. അപ്പോഴാണ് വീട്ടുകാർ തട്ടിൻപുറത്തേക്ക് കയറി വരുന്ന ശബ്ദം കേട്ടത്. പ്രാണൻ രക്ഷിക്കാൻ ചുണ്ടലി മരപ്പലകയിലെ ദ്വാരത്തിലൂടെ കടക്കാൻ നോക്കി. തിന്ന് വയർ വല്ലാതെ വീർത്തതിനാൽ അതിന് അത് കഴിഞ്ഞില്ല. വീട്ടുകാർ അതിനെ പിടികൂടുകയും ചെയ്തു. ചുണ്ടലിയുടെ ജലയാത്രയാണ് അടുത്ത കഥ. ഒരു ചുണ്ടലിയും തവളയും പരിചയക്കാരായിരുന്നു. 2 പേരും കുളക്കരയിലൂടെ വളരെ നേരം വല്ലതുമൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കും. ഒരു ദിവസം ചുണ്ടലിയെ തവള തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചുണ്ടലി തവള പറഞ്ഞതുപോലെ കുളപ്പടവുകളിറങ്ങി കുളത്തിലേക്ക് ചാടി. അക്കരെ ലക്ഷ്യമാക്കി നീന്തി. പക്ഷേ ചുണ്ടലിക്ക് അക്കരയെത്താൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല, അത് കുളത്തിലെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് ഒടുവിൽ എങ്ങനെയൊക്കെയോ ചുണ്ടലി കരയ്ക്കു കയറി. പിന്നീട് ചുണ്ടലി ഇങ്ങനെ ചിന്തിച്ചു, പശ്ചാത്തലം മനസ്സിലാക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ടത് മണ്ടത്തരം തന്നെ. അണ്ണാൻ്റെ ഉപദേശം. മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് ചാടിച്ചാടി നടക്കുന്നതിനിടെ അണ്ണാൻ താഴേക്ക് വീണുപോയി. ഭാഗ്യം, അവൻ വന്നു വീണത് മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ചെന്നായയുടെ പുറത്താണ്. അണ്ണാനെ കടന്നു പിടിച്ച് ചെന്നായ അലറി, "എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ നീ ഇന്നെൻ്റെ ഭക്ഷണമാകും." അണ്ണാൻ പേടിച്ചു വിറച്ച്, "ദയവായി എന്നെ ഉപദ്രവിക്കരുതേ" എന്ന് അപേക്ഷിച്ചു. ഒടുവിൽ ചെന്നായയ്ക്കു മനസ്സലിഞ്ഞു. അവൻ പറഞ്ഞു, "ശരി, നിന്നെ ഞാൻ വിടാം. അതിനു മുമ്പ് നീ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. നീ എപ്പോഴും ഉന്മേഷത്തോടെ ചാടിച്ചാടി നടക്കുന്നു. എനിക്കാണെങ്കിൽ ഒട്ടും ഉന്മേഷം തോന്നുന്നുമില്ല. എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ ഉന്മേഷത്തോടെ എപ്പോഴും ഇരിക്കാൻ കഴിയുന്നത്?" അണ്ണാൻ പറഞ്ഞു, "താങ്കൾ ആദ്യം എന്നെ മോചിപ്പിക്കുക. എന്നിട്ട് മരത്തിന് മുകളിൽ എത്തിയ ശേഷം ഞാൻ എൻ്റെ ഉന്മേഷ രഹസ്യം താങ്കൾക്ക് പറഞ്ഞു തരാം." അങ്ങനെ ചെന്നായ അണ്ണാനെ പോകാൻ അനുവദിച്ചു. സ്വതന്ത്രനായ അണ്ണാൻ മുന്നിലെ വൻമരത്തിലേക്ക് ചാടിക്കയറി. എന്നിട്ട് മുകളിലെ കൊമ്പിൽ ചെന്നിരുന്നു. പിന്നെ പറഞ്ഞു, "നിനക്ക് സന്തോഷിക്കാനാവാത്തതിനു കാരണം നിന്റെ മനസ്സിലെ ദുഷ്ടചിന്തകളാണ്. മറ്റുള്ളവരെ ഉപദ്രവിച്ച് രസിക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന നിനക്ക് എങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റും? എൻ്റെ മനസ്സിലാവട്ടെ, ദുഷ്ടചിന്തകളൊന്നും കടന്നു വരാൻ ഞാൻ അനുവദിക്കാറില്ല. അതിനാൽ ഞാൻ എപ്പോഴും സന്തോഷവാനായിരിക്കും."